വളരെ പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. LDF തുടർച്ചയായിട്ട് ജയിക്കുന്ന ഒരു പ്രധാന മണ്ഡലം കൂടിയാണ് വൈക്കം. നമുക്കറിയാം, കാലുമാറി BJPയിൽ പോയ അജിത്ത്, മുൻ MLA അജിത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രദേശമാണ് വൈക്കം മണ്ഡലം. അതുപോലെ തന്നെ സണ്ണി കവിക്കാടിന് സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ച ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ പ്രാധാന്യങ്ങൾ ഏറെയുണ്ട് ഇക്കുറി വൈക്കത്തിന് പറയാൻ. ഈ ഘട്ടത്തിലാണ് വൈക്കത്തെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വൈക്കം മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലറ പഞ്ചായത്തിൽ ആളുകളെ കാണുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടെത്തിയത്. ഇപ്പോൾ നമുക്കിപ്പം അദ്ദേഹം ചേരുകയാണ്. എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? പ്രചരണം ഇപ്പോൾ രണ്ടാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാം ഘട്ടം വീടുകളിൽ പോയി വ്യക്തികളെ കാണുന്ന പ്രവർത്തനം അവസാനിച്ചു. അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിൽ എല്ലാം സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നടന്നുള്ള വോട്ടഭ്യർത്ഥനയാണ്. ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം ഫുൾ ടൈം രാവിലെ 7:30 തുടങ്ങും. ഇന്ന് കല്ലറയിലാണ്. ആളുകളെ ഇങ്ങനെ നടന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ കയറി അല്ലെങ്കിൽ വഴിക്കൂടെ നടന്ന് റോഡ് വഴി പോകുമ്പോൾ ആ റോഡിന് ഇരുവശമുള്ള വീടുകളിൽ കയറി വോട്ടഭ്യർത്ഥിക്കും. കോളനികൾ അങ്ങനെയുള്ള പിന്നെ മറ്റ് തൊഴിൽ സ്ഥാപനങ്ങൾ അവിടെ എല്ലാം കയറി തൊഴിലാളികളെയും അവിടുത്തെ മാനേജ്മെൻറ്റ് എല്ലാം കാണുക, വോട്ടഭ്യർത്ഥിക്കുക, അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂടൊരു കടുത്ത വെല്ലുവിളിയല്ലേ? ഭയങ്കര വെല്ലുവിളിയാണ്. പക്ഷേ ആ വെല്ലുവിളിയേക്കാളും വലിയ സാഹചര്യത്തെ നമുക്ക് നേരിടണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു രാഷ്ട്രീയം. അതുകൊണ്ട് അതൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ല. അതിനേക്കാളും വലിയ ഉത്തരവാദിത്വം ആണ് മുന്നണി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇത് കൃഷ്ണപിള്ളയുടെ ജന്മനാടാണ്. അങ്ങനെ തുടർച്ചയായി ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വർഷം പിന്നിട്ട വർഷം കൂടിയാണ്. അങ്ങനെ പ്രാധാന്യങ്ങളേറെയുള്ളൊരു മണ്ഡലമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ? മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ അഭിമാനമുണ്ടെന്ന്. പി കൃഷ്ണപിള്ളയുടെ നാട്ടിലെ ഒരു ജനപ്രതിനിധിയായി നിയമസഭയിലെത്തുക എന്നുള്ളതൊരു ഏതൊരു വൈക്കംകാരൻ്റെ ആഗ്രഹമായിരിക്കാം. ചിലപ്പോൾ അതിൽ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി, ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമായി അത് കാണുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു സമരം എന്നുള്ളതിലേക്ക് വൈക്കം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയെല്ലാമുള്ള ഈ നാട്ടിലെ ഒരു വലിയ വിജയം, ഒരു പുതിയ ഒരു ചരിത്രം കുറിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സണ്ണി കവിക്കാടിനൊക്കെ കോൺഗ്രസ് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ച ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ സംഘടനയുടെ പിന്തുണ അങ്ങേക്ക് ഉണ്ടാകുമോ? തീർച്ചയായും നമുക്ക് പിന്തുണ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം അവർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ തന്നെ പിന്തുണയ്ക്കും. കോൺഗ്രസ് എടുത്തൊരു സമീപനം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അനുകൂലമായ തീരുമാനത്തിലേക്ക് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം എത്തിക്കാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ തവണ ആശയായിരുന്നു ഇവിടെ MLA. അവർ എത്ര വോട്ടിനെയാണ് വിജയിച്ചത്? ആശ ഏതാണ്ട് 29,000-ന് മുകളിൽ വോട്ടിനാണ് വിജയിച്ചത്. നല്ല ഒരു ഭൂരിപക്ഷമായിരുന്നു. തവണ ഭൂരിപക്ഷം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കാം. തവണ ഭൂരിപക്ഷം നിലനിർത്തും. അതിനുപരിയായ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രദീപ് ഉള്ളത്. അദ്ദേഹം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിച്ചു കയറുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്.